ഗൈസ്, ഇന്ന് വെൽക്കം ബാക്ക് ടു സവടമ്പ വ്ളോഗ്സ്. നമ്മുടെ ചിറ്റയുടെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ സമയം 12:15. അപ്പം ചിറ്റയ്ക്ക് അറിയത്തില്ല, നമ്മൾ ചെറുതായിട്ടൊരു കേക്കൊക്കെ വാങ്ങിച്ച് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. തൻ്റെ ചിറ്റ നല്ല ഉറക്കമാണ്. നമുക്ക് ചിറ്റയെ വിളിക്കാം. അമ്മ എഴുന്നേറ്റിട്ടുണ്ട്, ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിറ്റയെ വിളിച്ച് എഴുന്നേൽപ്പിക്കാവേ. നല്ല ഉറക്കമാണ്. ഹാപ്പി ബർത്ത്ഡേ. അർജുനെ പൊന്ന വാ, എന്നിട്ട് എഴുന്നേറ്റിരിക്കുവായിരുന്നു, ഉറങ്ങിയാനാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ചിറ്റ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഓർത്തായിരുന്നു ബർത്ത്ഡേ ആണ്, എന്നെ ഓർക്കൊന്നും പറയുകയും ചെയ്തു. പക്ഷെ കേക്ക് മേടിക്കുന്നത് ഞാനും മറന്നുപോയി. ഞാൻ പിള്ളേരോട് രണ്ടുപേരും, അനന്തൂരോടും അഭിയോടും പറഞ്ഞു, ദേവോടും പറഞ്ഞു. ദേവ് എന്തായാലും വന്നപ്പോൾ കേക്ക് വേണമെന്ന്. ഇവർ കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കേക്കൊക്കെ പാത്ത് കൊണ്ട് വെച്ച് വേണ്ടേ ബർത്ത്ഡേ ആയിട്ട് കേക്ക് വന്നു. എനിക്ക് കേക്ക് കിട്ടി മേടിച്ചു. നിന്റെ ബർത്ത്ഡേക്ക് കേക്ക് വെച്ചോണ്ടി എന്നാ പറയണമെന്ന് പോലും അറിയത്തില്ല. മറ്റേ സിനിമയ്ക്കകത്ത പോലെ അശനി ഹാപ്പി ബർത്ത്ഡേ ടു യു. അശനി ഹാപ്പി ബർത്ത്ഡേ ടു യു. എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ, എനിക്കറിയത്തില്ല എനിക്ക് എന്നാ പറയുന്നത്. ചങ്ങല വന്നു, ഈ ചങ്ങല വന്നു, കേക്ക് വെച്ച് ഞാൻ ചങ്ങല വന്നു. നമുക്ക് ചങ്ങല മുറിക്കാം, കേക്ക് മുറിക്കാം. എന്ത് വിച്ചാത്തി എന്തേടി ആണ്ടാണ്ട് സൈഡില് റോസ് പിച്ചാത്തി ഇപ്പൊ എടുത്ത് ഇവിടെ ആണ്ട് അത്രൊരു സെറ്റ് ഔട്ട് ഇപ്പൊ ഉണ്ട്. ഫ്രണ്ടി വാച്ചിട്ട് ഫ്രണ്ടി വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു ചിറ്റ, അമ്മുച്ചിറ്റേ. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മുച്ചിറ്റേ. ഓ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ചിറ്റ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹൗ സമാധാനമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, ഹാപ്പി ബർത്ത്ഡേ ടു യു ചിറ്റ. ഞങ്ങളുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിച്ചു. ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ബർത്ത്ഡേ ആദ്യമായിട്ടായിരുന്നു ഈ വർഷം ആഘോഷിച്ചത്. അന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷെ ഇത് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഞങ്ങളുടെ അച്ഛനെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രിസ്മസിന്റെ തലേദിവസം, അതായത് 24-ാം തീയതി അമ്മ പ്രസവത്തിന് വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ കുഞ്ഞായിരുന്നു. ഞാൻ എന്നെക്കാട്ടും 10-12 വയസ്സിനെക്കാട്ടും അവളല്ലേ തന്നെ. അന്ന് ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇവിടെ കൊണ്ട് അമ്മ അച്ഛൻ ഇല്ലായിരുന്നു, അമ്മ ആശുപത്രി കൊണ്ട കാര്യവും അങ്ങനെ പ്രസവിച്ച കാര്യമൊക്കെ കൊച്ചിലേ പറയുമായിരുന്നു അമ്മ. പക്ഷെ ക്രിസ്മസ് നല്ല ദിവസം എന്നോട് പറയും, ക്രിസ്മസിനായിരുന്നു നിന്നെ ഞങ്ങൾ ഉണ്ണിയേശു എന്ന് വിളിക്കുമായിരുന്നു. ബ്രെഡ് കമ്പനിയിലൊക്കെ പോകുമ്പോ ആ സമയത്ത് അന്നേരം അവിടെ ഇഷ്ടംപോലെ ബ്രെഡ് കേക്ക് കൊണ്ടുവരുമായിരുന്നു ചേച്ചി അന്നൊക്കെ. പക്ഷെ എന്റെ ബർത്ത്ഡേ ഇതുപോലെ കേക്ക് മുറിച്ച് ആദ്യമായിട്ടാണ് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത്. പിന്നെ എന്താ പറയണേ, എന്റെ ആരും ഓർത്തിരിക്കാറില്ല എന്റെ ബർത്ത്ഡേ. ഇമോഷൻസ് ആയിരുന്നു. പോയാലും
ബാങ്കുകാര് അവരാണ് എനിക്ക് ആകെ വിഷ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടെന്ന് പറയാൻ എന്റെ 2-3 കൂട്ടുകാരുണ്ട്, അവര് മാത്രം. പക്ഷെ ഇങ്ങനെ ചേച്ചി എല്ലാ വർഷവും എന്റെ ചേച്ചി എല്ലാ വർഷവും എന്റെ രാവിലെ എന്നെ വിളിച്ച് ചേച്ചിയാണ് വിഷ് ചെയ്യാറുള്ളൂ, വേറെ ആരും വിഷ് ചെയ്യാറില്ല. കേക്ക് കൊടുക്കാൻ പിള്ളേരാരും ഇല്ല. പക്ഷെ ഡബ്ബിന്റെ വകയാണ് ഇത്, എന്റെയും അബിയുടെയും വകയാണ് ഈ സമ്മാനം. തുറന്നു ഇഷ്ടപ്പെടും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടിയ സമയത്ത് കിട്ടിയ സമയത്ത് ഞാൻ പോയി ചെയ്തതാണ്. ഞാനൊന്ന് പറഞ്ഞു മോനെ നമുക്ക് ഒരു കേക്ക് മേടിക്കണം, ചിറ്റയുടെ ബർത്ത്ഡേ ഇവിടെ നിന്നപ്പോ ഞങ്ങളിവിടെ ബർത്ത്ഡേ ആണെന്ന് നോക്കില്ല, കുഞ്ഞിന്റെ പരീക്ഷ തീർന്നു ഒരു നിക്കടി എന്ന് പറഞ്ഞു. അവൾ എല്ലാ ദിവസവും വരും ഇവിടെ, പക്ഷെ നിൽക്കുന്ന ആദ്യമായിട്ടാണ്. എന്നാലും ആ സമയം കൊണ്ട് ഞങ്ങൾ ചേട്ടനും ഇല്ല, അതെ പിള്ളേരും ഇല്ലാതായി പോയി. അടിപൊളി. ഞാൻ എന്റെ അമ്മയോട് സൈസ് എനിക്ക് അറിയത്തില്ല, സൈസ് എന്താ പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ, എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ ആയിരിക്കും ഇത്. അയ്യോ ഗൈസ്, ചിറ്റമ്മയ്ക്ക് ശങ്കരൻ പറഞ്ഞു പോയി ഇത് കണ്ടപ്പോ തന്നെ എന്റെ മുന്നാരി ഓർക്കുന്നുണ്ടോ? അപ്പം ചിറ്റയ്ക്ക് എല്ലാരും ഹാപ്പി ബർത്ത്ഡേ പറയണം. അതെ, നമ്മുടെ കുടുംബത്തിലെ എല്ലാത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്റെ എല്ലാ കാര്യത്തിലും, എന്റെ കുഞ്ഞിന്റെ കാര്യം മുതലേ എന്റെ കേശു കുഞ്ഞുണ്ടായപ്പം തൊട്ടേ നമ്മുടെ കൂടെ എല്ലാത്തിനും ഉണ്ട്. എന്റെ കുഞ്ഞിനെ നോക്കാനും എന്റെ പൊണ്ണാരി ഇപ്പഴും ഞാൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ കഴിയണം ചിറ്റ എല്ലാവർക്കും കേക്ക് കൊടുക്കില്ലേ, എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ. കുടുംബത്തിലെ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഓരോ അംഗങ്ങളുണ്ട്. എല്ലാവർക്കും എന്റെ സഹോദരങ്ങളെ എല്ലാവർക്കും എന്റെ വക കേക്ക്. അങ്ങനെ നമ്മൾ ആഘോഷമൊക്കെ കഴിഞ്ഞു. എന്താ ചിറ്റ പറയാനുള്ളത്? എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല. വാക്കുകളൊന്നും പറയാം. സന്തോഷം മാത്രം. അമ്മയ്ക്ക് എന്നാ അമ്മ പറയാനുള്ളത്? ഞാനവിടെ ബർത്ത്ഡേ ആണ്, ഞാൻ പറഞ്ഞില്ലേ സന്തോഷത്തിനോട് എനിക്ക് ഇഷ്ടമായിരുന്നു ബർത്ത്ഡേ ആണ്. പക്ഷെ കേക്കും സമ്മാനമൊന്നും മേടിക്കാൻ വിചാരിച്ചില്ല, ഒരിക്കലും ഇല്ല. കേക്ക് മേടിക്കണേന്ന് ഞാൻ ഒരു സന്തോഷം കൊണ്ട് പറഞ്ഞു. പക്ഷെ ഇവിടെ കേക്ക് മേടിച്ച അപ്പുറത്ത് നമ്മൾ അവിടെ ഞാൻ എന്ത് പാടുപെട്ടാ ഞാൻ അതിലേ എടുത്തില്ലേ. ഞാൻ കേറി വന്നതോട്ട് അമ്മ കണ്ണും കൈ കാണിക്കാം. കേക്ക് പാവമുണ്ട് കൊച്ചി, ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ അവള് എന്തോ നാളത്തേക്കിന് അവൾക്ക് ജോലി സ്ഥലത്ത് എന്തോ ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതിന് സമ്മാനം മേടിക്കാൻ വേണ്ടി പോയി. എല്ലാം കൂടെ എന്നാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഒത്തിരി താമസിച്ച് വന്നപ്പോ തന്നെ ഞാൻ അന്നേരം പറയുകയും ചെയ്തു, മോനെ ഇന്ന് ഒത്തിരി തിരക്കായിരിക്കത്തില്ലേ. ഈ വണ്ടിയൊക്കെ ആയിരുന്നു. എന്നാലും ഒന്നും പ്ലാൻ ചെയ്യാതെ പോയത്, പക്ഷെ എല്ലാം ലൈവ് പോയി ക്രിസ്മസ് ഇത്രയും സന്തോഷമായിട്ട് ഒരു ക്രിസ്മസ് എന്താ പറയേണ്ടത്, ഭയങ്കര സന്തോഷമായിരുന്നു ഈ പ്രാവശ്യം എല്ലാം കൊണ്ടും. ഈ ഒരു ഭയങ്കര, പിന്നെ എന്റെ അനന്തമോനും ഇല്ല, അച്ഛനും ഇല്ലാതായിപ്പോ ഇവിടെ. അച്ഛനും കൂടെ വേണ്ടായിരുന്നു. പിന്നെ ബാംഗ്ലൂരാണ്. അതെ, അവൻ അവിടുന്ന് വിളിച്ചു തന്നെ. ഞാൻ വീട്ടിൽ നിന്നപ്പോൾ എന്നെ വിളിച്ചു, ചേച്ചി എങ്ങനെയാ നമുക്കൊരു സമ്മാനം മേടിക്കണ്ടേന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞടാ ഞാൻ ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ നിന്നെ വിളിക്കാം. പിന്നെ അമ്മയെ വിളിച്ചു, എനിക്ക് സൈസ് അറിയാൻ മേല. അമ്മയെ വിളിച്ചു കഴിഞ്ഞ് പിന്നെ സമയം പോയി. പിന്നെ എല്ലാം പടപടേന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഭംഗിയായി. അതെ, കൈ നോക്കുവാ വല്ലതും ഉണ്ടോ ഇതിനകത്ത്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം. എല്ലാം നല്ല രീതിയിൽ വരട്ടെ. നിങ്ങൾ എല്ലാരും എന്റെ അനിയത്തിയെ. നിനക്ക് എന്നാ പറയാനുണ്ടടാ പൊന്ന? ആദ്യമായിട്ട് അമ്മയുടെ ബർത്ത്ഡേ ഇത്ര ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കണ്ടോ, അവന്റെ 15 വയസ്സായിട്ട് അവൻ ആദ്യമായിട്ട് കാണുന്ന അമ്മയ്ക്ക് അവന്റെ അമ്മയുടെ ബർത്ത്ഡേ. ശരിയാണ്, എന്റെ കുഞ്ഞ് കഴിഞ്ഞ വർഷം കരകളിലൊക്കെ പോയി കിട്ടിയ പൈസയും കൊണ്ട് രാത്രിയിൽ ഒരു കേക്കൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് എനിക്ക് തന്നു, മുറിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മുറിച്ചൊന്നുമില്ല, പക്ഷെ മേടിച്ചുകൊണ്ട് തന്നു. ഈ വർഷം അവന് ഭയങ്കര ഇതായിരുന്നു. ഇവിടെ വന്ന് എന്റെ ബർത്ത്ഡേ ആണല്ലോ നാളെ ഇങ്ങനെ ചേച്ചി പറഞ്ഞപ്പോഴും അവന് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ എനിക്കൊന്നും മേടിച്ചില്ല ഞാൻ അമ്മയ്ക്ക്. ഇതാവും വിചാരിച്ചില്ല. അവൻ ഉറക്കത്തിൽ നിന്നിട്ടൊന്നും അവൻ
എന്നാ ചെയ്യേണ്ടത് അവന് തന്നെ അറിയാൻ അടിപൊളിയായിട്ട് കേക്ക് മേടിപ്പിച്ചു. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ക്രിസ്തുമസ് ആണ്. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞു. അപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പം പുതിയൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.